അവർക്കായി പ്രാർത്ഥിക്കുക. നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമർക്ക് എഴുതിയ ലേഖനം ആകയാൽ നാം എന്ത് പറയുന്നു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. 7-5 വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചായിരുന്നു. ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കാത്തവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന പാപരാഗങ്ങൾ, അതിനെ നാം പിടിച്ചടക്കി അക്ഷരത്തിന്റെ പഴക്കം കൊണ്ടല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിൽ നാം ജീവിക്കണം എന്ന് നാം ചിന്തിച്ചു. ആകയാൽ നാം എന്ത് പറയുന്നത്? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും അരുത്, അല്ലേ? 7-ാമത്തെ വാക്യം, ന്യായപ്രമാണം എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് പറയാതിരുന്നെങ്കിൽ ഞാൻ അറിയുകയില്ലായിരുന്നു. ഞാൻ മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. മോഹമാണ് പാപത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ആദ്യ പടി. പാപം മുഴുത്തിട്ടാണ് മരണത്തെ പെറുന്നത്. ഇപ്പൊ ഒരു വ്യക്തി പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് സംഭവിക്കുന്നത് മോഹമാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്, അല്ലേ? അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്, അല്ലേ? അവരാ വൃക്ഷഫലം നല്ലതെന്ന് കാണാൻ ഭംഗിയുള്ളതെന്ന് അവർ കണ്ടു, ആഗ്രഹിച്ചു. അത് ഭക്ഷിപ്പാൻ നല്ലതെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു, അല്ലേ? അത് പിശാചിന്റെ ശബ്ദം കേട്ട് പറിച്ച് ഭക്ഷിപ്പാനും ആദമിനൂടെ കൈമാറുവാൻ ഇടയായി. അപ്പൊ ആദ്യം ജനിക്കപ്പെട്ടത് മോഹമാണ്. ഈ പഴയ നിയമം പുതിയ നമ്മൾ താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കടുകട്ടിയ നിയമങ്ങളൊക്കെ കാണുന്നുണ്ട്, അല്ലേ? ന്യായപ്രമാണത്തിലെ നിയമങ്ങൾ, 10 കൽപ്പനകളൊക്കെ കാണുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് തോന്നുമ്പോൾ ന്യായപ്രമാണം എത്ര കടുകട്ടിയായിരുന്നു, അല്ലേ? പുതിയ നിയമം ഒരു കുറച്ചുകൂടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന പോലെ തോന്നുന്ന ഒരു അനുഭവമുണ്ട്. സത്യത്തിൽ കൃപയുടെ ആത്മാവിന അല്ലെങ്കിൽ കൃപ വ്യാപരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എന്നാൽ യേശു കർത്താവ് ഈ ന്യായപ്രമാണത്തെ കുറിച്ചൊന്ന് താരതമ്യം ചെയ്ത് മോഹത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ന്യായപ്രമാണത്തെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ 10 കൽപ്പനകളെക്കാൾ കൂടുതൽ പാലിക്കപ്പെടേണ്ട ഒരു നിയമസംഹിതയിലേക്ക്, കൃപയാൽ പാലിക്കപ്പെടേണ്ട ഒരു നിയമസംഹിതയിലേക്കാണ് യേശു കർത്താവ് അതിനെ കൊണ്ടെത്തിക്കുന്നത് കാണാൻ കഴിയും. ആ ഭാഗം നമുക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തെ ഒന്ന് താരതമ്യം ചെയ്ത് കർത്താവ് അവിടെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. കൊല ചെയ്യരുതെന്ന് ചെയ്താൽ കുലപാതകം ചെയ്യരുത്. ന്യായപ്രമാണത്തിലെ കൽപ്പനകളിലെ ഒന്നാണ്. കുല ചെയ്തത് ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുന്ന പൂർവന്മാരോട് ഞാനോ എന്നോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക്. അപ്പൊ കൊല ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിന്റെ പുതിയ നിയമ പ്രമാണത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കൊല ചെയ്യേണ്ട, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായി കൃപയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊല ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? കൊല ചെയ്യുന്ന ഏത് പാപത്തിനോട് സമാനമായി മാറുകയാണ്. കോപിക്കുന്നവൻ ന്യായവിധിക്ക്. ഇനി സഹോദരനോട് ഇവനൊക്കെ എന്തിരിക്കുന്നു, അല്ലേ? എന്ന് പറഞ്ഞാണ് ഇവനെയൊക്കെ എത്ര കണ്ടിട്ടുണ്ട്, അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയാറില്ല, വീട്ടിലൊക്കെ പറയാറില്ല. നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയാം അവരെയൊക്കെ നമുക്കിവിടെ അറിയാം, അല്ലേ? എന്ന് പറയാം. നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ മൂഢ വിധി ഫൂൾ എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അഗ്നി നരകത്തിന് പോകാൻ. അപ്പൊ പഴയ നിയമത്തെക്കാൾ എന്തുകൂടെ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ പുതിയ നിയമം, അല്ലേ? ചൂടെ ആ കൽപ്പനകളെ ഒന്നുകൂടെ ബലവത്താക്കിയിട്ട് മാറ്റുക കർത്താവ്. പണ്ട് കൊല ചെയ്യണമായിരുന്നു, കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന ലംഘിക്കണമെങ്കിൽ കൊല ചെയ്യണമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സാര എന്ന് പറഞ്ഞാൽ ന്യായവിധിക്ക് യോഗ്യനാകുകയാണ്. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനായി മാറുകയാണ്. ഇനി ആരാധന കഴിക്കേണ്ടത് എങ്ങനെ?
അല്ലേ? ആകയാൽ നിന്റെ വഴിപാട്. നമുക്ക് ഈ 5-ാം അധ്യായം ആക്ച്വലി നമ്മൾ ചിന്തിക്കും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നും അല്ലെ? പരിശുദ്ധാത്മാവിൽ ആരാധിക്കാനും സഭയിൽ സന്തോഷിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിലും ഈ ഭാഗങ്ങളൊന്ന് വായിക്കുമ്പോൾ അല്ലേ നമ്മുടെ നെഞ്ചത്തേക്ക് ഒരു കത്തി തുളച്ചു കയറുന്ന പോലെ ഒരു ഫീൽ വരികയാണ് അല്ലേ? എത്ര വിശുദ്ധിയോടെ നാം ആയിരിക്കണം പുതിയ നിയമസഭ എന്നുള്ളത് ആ ഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ? ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട് നിന്റെ നേരെ വല്ലതുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ. വഴിപാട് നമുക്കറിയാം പഴയ നിയമത്തിലാണ്, ദേവാലയത്തിലാണ്, യെരൂശലേം ദേവാലയത്തിലാണ് സംഭവിക്കുന്നത്. കർത്താവിന്റെ ആദ്യകാല ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് യെരൂശലേം ദേവാലയത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവിനെ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ഒക്കെ ദേവാലയത്തിലാണ്. ആദ്യ ശുശ്രൂഷ കർത്താവ് പ്രസംഗിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദേവാലയത്തിലാണ് അല്ലേ? ദേവാലയത്തിൽ നിന്ന് പിന്നെ ആ ഭാഗത്ത് നിന്ന് ദേവാലയത്തിൽ കർത്താവിനെ പിന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുന്ന് കർത്താവ് പുറത്താക്കപ്പെടുകയാണ്. ആദ്യ ശുശ്രൂഷയിൽ തന്നെ പുറത്താക്കപ്പെടുകയാണ്. ഭൂതങ്ങൾ അലറി വിളിച്ച് പിൻവാങ്ങുന്നു. അവന്റെ വായിലെ വാക്കുകൾ അവന്റെ വാക്കുകളാണെന്ന് പറഞ്ഞവർ ശരാതാത്തിലെ വിധവയെ കുറിച്ചും നയമാന്റെ വിടുതലിനെ കുറിച്ചും ഒക്കെ കർത്താവ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്തവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അവർ കേട്ടപ്പോൾ അവർക്ക് ഉള്ളിൽ കർത്താവിനോട് ദേഷ്യമുണ്ടാകി കർത്താവിനെ മലയുടെ മുകളിൽ കൊണ്ട് തള്ളിയിടുവാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനുശേഷം ദേവാലയ ശുശ്രൂഷകളെക്കാൾ കൂടുതൽ നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്ന ആ ഭാഗങ്ങളൊന്നും പിന്നെ ദേവാലയത്തിലെ കർത്താവിന്റെ ശുശ്രൂഷ കാണുന്നില്ല. പിന്നെ ഈ ദേവാലയത്തിൽ വന്നിട്ട് പ്രാവുകളെ ഓടിച്ചു വിടുകയും പൊന്മാണിപ്പക്കാരെ പുറത്താക്കി ചാട്ടമാറ കൊണ്ട് പെരുമാറുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെ ഗെനസരത്ത് തടാക തീരത്ത് അല്ലെ ഭവനങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വഴിപാട് കൊണ്ടുവരുന്നത് ദേവാലയത്തിന് മുമ്പിലാണ് നാം കണ്ടു. ഈ വഴിപാട് പോലെ പുതിയ നിയമ സംബന്ധിച്ചിടത്തോട്ട് ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരാൾ അല്ലെ, ആരാധനയ്ക്ക് കടന്നു വരുന്ന ഒരാൾക്ക് സഹോദരനോട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സഹോദരനോട് നിന്റെ പേര് വല്ലതും നിനക്ക് അവിടെ വെച്ച് അവന് തോന്നിയാലെന്നല്ല, നിനക്ക് തോന്നിയാൽ നീ എന്ത് ചെയ്യണം? നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് സഹോദരനോട് പോയി നിരന്നു കൊള്ളുക. പിന്നെ വന്നിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ പഴയ നിയമത്തിലുള്ളവരോട് പറയുകയാണ്. ദേവാലയത്തിൽ വഴിപാട് അർപ്പിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. അങ്ങനെയാണ് പുതിയ നിയമസഭയ്ക്ക് എത്ര നിരപ്പ് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിരപ്പ് പ്രാപിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് എത്ര നിരപ്പ് പ്രാപിക്കണം അല്ലേ? അപ്പോൾ നിരപ്പ് പ്രാപിക്കുക. നിന്റെ പ്രതിയോഗിയോട് വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട്, ഇതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് അല്ലേ? ന്യായാധിപൻ ചേകവൻ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും, ഒടുവിലത്തെ കാശ് കൊടുത്തു പോലും നീ പുറത്തു വരുന്നില്ല. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് ബാധകമാണ്. ആരോടെന്തെങ്കിലും കേസ് അല്ലേ, അല്ലെങ്കിൽ ജയിൽ സംബന്ധമായ കോർട്ട്, ഇപ്പം നമ്മുടെ ബന്ധുക്കോസ് സഭകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ചുരുക്കം ചില സഭകളിൽ മാത്രമേ കോർട്ട് കേസില്ലാത്ത സഭകൾ ചുരുക്കമാണ് അല്ലേ? മിക്ക സഭകളെ എടുത്തു നോക്കിയാലും അല്ലെ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സഭയായിട്ടിരുന്ന് അല്ലെങ്കിൽ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. നിങ്ങളുടെ വിഷയം വെളിയിൽ ജാതികളല്ല പരിഹരിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ തന്നെ പല സഭകളിൽ കേസ് നടക്കണം. പല സഭകളിൽ കോർട്ടിലാണ് അവരുടെ കേസുകൾ നടക്കുന്നത്. അവർ കോർട്ടിൽ മാസത്തിലൊരിക്കൽ ആണ്ടിലൊരിക്കലൊക്കെ പോയി അവർ സംസാരിക്കേണ്ടതായിട്ട് അതിന്റെ പുറകെ വക്കീലിനെ ഒക്കെ ആക്കി ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് നിന്റെ പ്രതിയോഗിയോട് നിനക്ക് വഴിയിലുള്ളപ്പോൾ തന്നെ ഇടങ്ങിക്കൊള്ളണം. ഒരാളോട് നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഹല്ലേലൂയ വഴിയിൽ വെച്ച് തന്നെ അത് ന്യായാധിപന്റെ അടുത്തേക്ക്, പുതിയ നിയമസഭയ്ക്ക് ബാധകമാണ്, ന്യായാധിപന്റെ അടുത്തേക്ക്, ഈ ലോകത്തിന്റെ കോർട്ടിന്റെ അടുത്തേക്ക് അത് പോകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വസ്തു ആരെങ്കിലും കവർന്നെടുത്താൽ പോലും കേസ് കൊടുക്കാൻ പുതിയ നിയമസഭയ്ക്ക് അനുവാദമില്ല. വേറെ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് അത് സോൾവ് ചെയ്തോണം. പോലീസ് കേസിന് പോകുവാൻ പുതിയ നിയമസഭയ്ക്ക് കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ അനുവാദമില്ല. വ്യഭിചാരം ചെയ്ത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി അല്ലേ? അപ്പോൾ ആ നിയമം എത്ര
കാഠിന്യത്തിലേക്ക് കർത്താവ് കൊണ്ടിരുന്നത്. ഒരാളെ നോക്കി ഹൃദയം കൊണ്ട് അഡൽട്ടർ ചെയ്തു പോകുന്ന അനുഭവത്തിലേക്ക് വരികയാണ് അല്ലേ? ആ നിയമം ആ ഹൃദയം കൊണ്ട് ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. വലങ്ങൾ നിനക്ക് ഇടച്ചു വരുന്നത് പെട്ടെന്ന് വായിച്ചു വിട്ടത്. വലങ്ങൾ നിനക്ക് ഇടച്ചു വരുത്തുന്നെങ്കിൽ ചൂലെടുത്ത് കളയാം. നമ്മുടെ കണ്ണിനാണ് പ്രശ്നമെങ്കിൽ ആ കണ്ണെടുത്ത് കളയാനാണ് കർത്താവ് പറഞ്ഞത് അല്ലേ? പിന്നെ വെട്ടിയെറിഞ്ഞു കളയാം. ശ്രദ്ധിക്കപ്പോൾ ഈ നിയമങ്ങൾ വലങ്ങളിൽ നിന്ന് കിടച്ചു വരുത്തുമെങ്കിൽ, കരത്തിന് കിടച്ചു വരുത്തുന്നെങ്കിൽ അതൊരു ഉപമ പോലെ അല്ലെങ്കിൽ ഒരു ആ ഒരു കാഠിന്യത്തിലല്ല കർത്താവ് പറയുന്നത്. ആ നിയമത്തെ ബാധകമായി നമ്മുടെ ജീവിതത്തിൽ അത്ര മനസ്സിലാക്കി ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ആ രീതിയിൽ കർത്താവോട് സംസാരിക്കുന്നത്. തിമോഥെയോസ് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. തിമോഥെയോസ് 1:14 നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1:14 വായിച്ചു. ഈ വന്നാണ് വാക്യം. ഈ വാക്യം റെഫറൻസ് എടുക്കാൻ പറ്റുന്നവരെടുത്തു. ആകയാൽ ഇളവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും. അവിടെ എഴുതിയിരിക്കുന്നിടത്ത് അതിന്റെ ആക്ച്വൽ ഭാഗത്തിലേക്ക് പോയാൽ, ആക്ച്വൽ ട്രാൻസ്ലേഷനിലേക്ക് പോയാൽ അവിടെ എഴുതിയിരിക്കുന്നത് സമരപ്രവർത്തനത്തിനുള്ള 5:14 വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വിരോധിക്ക് ശത്രുവിന് പിശാചിന് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മാറുന്നു. മനസ്സിലായോ? അവിടെ അതിന്റെ ആക്ച്വൽ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് വിരോധിക്ക് സമരപ്രവർത്തനത്തിനുള്ള താവളം ഉണ്ടാക്കി കൊടുക്കരുത്. അതായത് പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ, ഇവിടെ നമുക്ക് കാണാനേ കഴിയത്തില്ലല്ലേ, നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും അല്ലെങ്കിൽ പല സ്ഥലത്തും ഒക്കെ അവരിങ്ങനെ സമര പന്തലൊക്കെ ഉണ്ടാക്കി അവിടെ സമരം ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ പിശാചിന് നിന്റെ ജീവിതത്തിൽ സമരപ്രവർത്തനത്തിനുള്ള താവളം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് അതിന്റെ ട്രാൻസ്ലേഷൻ. അതായത് വിരോധിക്ക് നിന്നെ കൊണ്ട് അപവാദം ഒന്നും പറയത്തക്ക രീതിയിൽ, പറയാൻ പറ്റാത്തക്ക രീതിയിൽ നിന്റെ ജീവിതം വിശുദ്ധമായി. നമുക്കറിയാം, കർത്താവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ കടന്നു വരുന്ന മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 16 വാക്യം അതൊന്ന് ഓടിച്ചു വായിച്ചു പോവാം. വന്നവനോട് നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് സിമ്പിൾ, കൽപ്പനകളെ പ്രമാണിക്കുക. നിത്യജീവൻ അടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിച്ചാൽ മതി. എന്തൊക്കെയാണ് കൽപ്പനകൾ? സിമ്പിൾ. യേശു കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, നിന്നെ പോലെ സ്നേഹിക്കുക. അവൻ എന്താ പറഞ്ഞ? ഞാന് ഇതൊക്കെ പ്രമാണിക്കുന്ന ആളാ, ഇതൊക്കെ പ്രമാണിക്കുന്ന ആളാ. ഇനി എന്താ കുറവ്? യേശുവോട് അടുത്തത് യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. അപ്പോൾ കർത്താവ് കൽപ്പനകൾ പ്രമാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം? ഈ മനുഷ്യൻ നമ്മളെക്കാൾ എത്ര നല്ല മനുഷ്യനാണ്. ഒന്ന് നോക്കി അല്ലേ? കൊല ചെയ്യാത്തില്ല, വ്യഭിചാരം ചെയ്യത്തില്ല, മോഷ്ടിച്ചിട്ടില്ല, ഇന്നേ വരെ മോഷ്ടിച്ചിട്ടില്ല, ഇന്നേ വരെ സിമ്പിൾ കള്ളസാക്ഷി ഇന്നേ വരെ പറയാത്തവർ, അപ്പനെയും അമ്മയും കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ചെയ്ത മനുഷ്യനല്ലേ? അവൻ പറയാൻ എല്ലാം ഞാൻ പ്രമാണിക്കുന്നവനാണ്. അപ്പോൾ ഇവന്റെ ഒരേ ഒരു പ്രശ്നം കർത്താവ് നോക്കിയപ്പോൾ കണ്ടത്,
ഇവൻ ഇത് പ്രമാണിക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം ഇതിനകത്തുണ്ട്. Praise the Lord. Hallelujah. പരീശനും ഒരു ചുങ്കക്കാരൻ ഒരു പാവിയാ മനുഷ്യനും വന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്കറിയാം അല്ലേ? ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതിനെ പോലെ ഞാനല്ല. അപ്പൊ പ്രമാണിക്കുന്നു, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന ഒരു പാവം. കൽപ്പനകൾ പ്രമാണിക്കുന്നു, ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നു, എന്നെ പോലെ നല്ലൊരാളില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ അത് ഒരു പാവമാണ്. അതുകൊണ്ടാണ് ആ യൗവനക്കാരനോട് സാധാരണ അവൻ പറഞ്ഞപ്പോൾ ഈ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നെങ്കിൽ കർത്താവ് അവനോട് പറയേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ മോനെ നിനക്ക് നിത്യജീവൻ 100% ഷുവറാണെന്ന് പറയണ്ടേ. പക്ഷെ കർത്താവ് നോക്കുന്നത് അവന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അവന് സമ്പത്തിനോടൊരു ആഗ്രഹം കണ്ടു അല്ലേ? കൽപ്പനകളെല്ലാം ഒരു സ്ഥലത്ത് പ്രമാണിക്കുന്നെങ്കിലും അവൻ സമ്പത്തിനോ ഉള്ള ആഗ്രഹമുള്ളവനാണെന്ന് കർത്താവ് അവന് ഒരു കുറ്റം കണ്ടു, ഒരു പ്രയാസമായിട്ട് കണ്ടു, ഒരു കുറവ് കണ്ടു. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നീ വിറ്റെല്ലാം കൊണ്ട് ദരിദ്രന്മാർക്ക്. അവൻ എന്ത് ചെയ്തു? സമ്പത്തുള്ളവനായതുകൊണ്ട് കൊടുക്കാൻ. അപ്പൊ അവൻ ഏറ്റവും ഇഷ്ടം സമ്പത്തിനോടായിരുന്നു. കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നില്ല, ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലായിരുന്നില്ല കൽപ്പനകൾ പ്രമാണിച്ചിരുന്നത്. കൽപ്പനകൾ പ്രമാണിക്കുന്നുള്ള ഒരു അഹങ്കാരം അവന്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ വിശുദ്ധനാണെന്നൊരു ധാരണ അകത്തുണ്ടായിരുന്നു. അതവന്റെ പാപമായിരുന്നു. അതുകൊണ്ട് നിന്നെ വീണ്ടും ഒരു കുറവുണ്ടെന്ന് കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. കൊണ്ട് അവൻ മടങ്ങി പോകുന്നതാണ്. അപ്പോൾ മോഹത്തെ കുറിച്ചാണ് ഓർക്കരുത് ലേഖനം നാം ചിന്തിച്ചത്. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും, ന്യായപ്രമാണം കൂടാതെ ഞാൻ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും. അപ്പൊ ന്യായപ്രമാണമാണ് പാപത്തെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് തന്നതെന്ന് നാം ചിന്തിച്ചായിരുന്നു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നുവെന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും. പാപം ചതിക്കും. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് എഴുതിയ ലേഖനം 2:14 പറയുന്നത്, ആദാമല്ല സ്ത്രീ അവരെ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അപ്പൊ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിലും ആരെങ്കിലും നാം കേട്ടതുപോലെ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്ന വ്യക്തിയാണെങ്കിലും ആരാധനയിൽ വിശുദ്ധിയോട് സംബന്ധിക്കുന്ന വ്യക്തിയാണെങ്കിലും ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആദമും ഹവ്വയും ഉൽപ്പത്തി പുസ്തകത്തിൽ തേജസ്സുള്ളവരായിരുന്നു, വിശുദ്ധ വസ്ത്രം ധരിച്ചവരായിരുന്നു, വിശുദ്ധിയുടെ തേജസ് കൊണ്ട്, കർത്താവിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞവരായിരുന്നു. എന്നാൽ അവർ വഞ്ചിക്കപ്പെടുവാൻ ഇടയായിരുന്നു. തേജസ്സിൽ ജീവിക്കുന്നവരാണെങ്കിലും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീ വഞ്ചിക്കപ്പെട്ടതുപോലെ നാം വഞ്ചിക്കപ്പെടരുത്. വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും കുറെ കാര്യങ്ങളുണ്ട്. വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ അല്ലെ, സ്ത്രീയെ കുറിച്ചാണ് അവിടെ പ്രധാനമായും പറയുന്നതെങ്കിലും നമ്മൾ സ്ത്രീ ആയിരിക്കും ആദ്യം വഞ്ചിക്കപ്പെടുന്നതുകൊണ്ടായിരിക്കാം തിമോത്തിയോസിനെ ഓരോ എഴുതിയപ്പോൾ അവിടെ അങ്ങനെ ഊന്നി എഴുതിയത് അല്ലെ, ഒന്ന് കുത്തി എഴുതിയെന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഊന്നി എഴുതി സ്ത്രീ എത്രയെ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് അല്ലെ. അപ്പോൾ എന്നാൽ അവരെ സ്ത്രീയെ നിരുത്സാഹപ്പെടുത്തുന്നില്ല അല്ലെ. പാപം ചെയ്തുള്ള ഒരാളെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരാളെ നിരുത്സാഹപ്പെടുത്തിയാണോ താഴത്തെ വാക്യം എഴുതിയിരിക്കുന്നത്? അവൾ അങ്ങനെ വഞ്ചിക്കപ്പെട്ടു, അതുകൊണ്ട് അവളെ രക്ഷപ്പെടുകയില്ല എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. വിശ്വാസം നീ വർദ്ധിപ്പിച്ചാൽ, സ്നേഹം നീ വർദ്ധിപ്പിച്ചാൽ, വിശുദ്ധീകരണം നീ വർദ്ധിപ്പിച്ചാൽ, നീ സുബോധമുള്ളവളായി മാറിയാൽ, പ്രൈസ് ദി ലോർഡ്, നീ ഒരു കുടുംബജീവിതം നയിച്ച് നീ രക്ഷ പ്രാപിക്കും. മക്കളെ നീ രക്ഷ പ്രാപിക്കും. സ്നേഹം അവിടെ വേണം, വിശുദ്ധീകരണം അവിടെ വേണം, വിശ്വാസം. വഞ്ചനയെ തകർക്കുന്ന അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് വിരോധമായത് പാപം നമ്മെ വഞ്ചിക്കുവാൻ ചതിക്കുവാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സാത്താൻ നമ്മെ വഞ്ചിക്കുവാൻ ചതിക്കുവാൻ പ്ലാനിടുമ്പോൾ ആ വഞ്ചനയ്ക്ക് വിരോധമായത് നമ്മുടെ അകത്ത് വ്യാപരിക്കണം. അതെന്തൊക്കെയാണ്? വിശ്വാസം, സ്നേഹം, വിശുദ്ധീകരണം, സുബോധം അല്ലേ. മടങ്ങി വന്ന മകൻ ആദ്യം ഉണ്ടായതെന്താ? അവന് സുബോധം ഉണ്ടായി അല്ലെ. എന്റെ അപ്പന്റെ ഭവനത്തിൽ ഞാൻ മടങ്ങി ചെല്ലും. അവിടുത്തെ ആ അന്തരീക്ഷം, അവന് ആ അന്തരീക്ഷത്തെ കുറിച്ചുള്ള ചിന്ത അവന്റെ അകത്തേക്കായിരുന്നു, സുബോധം. അപ്പൊ പാപം എന്ത് ചെയ്യുന്നു? നമ്മൾ വായിച്ചെന്താണ്? പാപം കൂടാതെ ഞാൻ, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പനയ്ക്ക് മരണഹേതുവായി തീർന്നു. ഇനി നമുക്കതിന്റെ എല്ലാ ഭാഗവും ചിന്തിക്കാൻ സമയമില്ല. 16-ാമത്തെ വാക്യത്തിലേക്ക്, 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 14-ാമത്തെ വാക്യം, ന്യായപ്രമാണ മാലിന്യം എന്ന് നാം അറിയുന്നു. ഞാനോ ജഡമയൻ
പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഈ ഭാഗങ്ങളൊക്കെ റോമർ എഴുതിയ ഭാഗങ്ങളൊക്കെ പൗലോസ് എഴുതുമ്പോൾ കൂടുതലും ആ കാലഘട്ടത്തിലെ അടിമ നയങ്ങളെ കുറിച്ചും മുതലാളിമാരും അടിമകളും ഉള്ളതായിരുന്ന അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഭാഗങ്ങൾ കൂടുതലായ പുസ്തകത്തെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പാപം പണമടച്ച് ഒരു അടിമയെ സ്വതന്ത്രമാക്കുന്നു അല്ലെങ്കിൽ സ്വന്തമാക്കുന്നു എന്ന രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്ന് അടിമകളുടെ കാലഘട്ടമായിരുന്നു. അടിമകൾക്ക് പ്രത്യേകിച്ച് അവർക്കൊരു വോയിസ് ഒന്നും ഇല്ല. ഒരു അടിമയെ പണം കൊടുത്ത് വാങ്ങിച്ചാൽ ആ യജമാനന്റെ അടിമയായിട്ട് അവൻ മാറും. എന്തു പണിയും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ യജമാനന്റെ കൂടെ ഉള്ള സമയം വരെയും എന്തു പണിയും ചെയ്യിപ്പിക്കാം. നമുക്ക് വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം. ഞാൻ ഇപ്പോൾ നെസ്റ്റോയിൽ പോയിട്ട് ഒരു ഷർട്ട് വാങ്ങുക, അല്ലെ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ് പോകുന്നത്. നെസ്റ്റോയിൽ പോയിട്ട് ഒരു ഷർട്ട് വാങ്ങുക. നെസ്റ്റോയിൽ പോയിട്ട് ഒരു ഷർട്ട് വാങ്ങുന്നത് വരെ അതാരുടെ ഷർട്ടാണ്? നെസ്റ്റോയുടെ, അല്ലേ? ഞാൻ അതിന്റെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഷർട്ട് എന്റേതാണ്. ആ ഷർട്ട് എനിക്ക് വേണം പ്രസാദത്തിന് കൊടുക്കാം. ആ ഷർട്ട് എനിക്ക് തന്നെ ഇടാം. ഇനി ആ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊണ്ട് കച്ചറക്കകത്ത് ഇടാം, അല്ലേ? അല്ലെ ആ ഷർട്ട് വലിച്ചു കീറി കളയാം. എന്റെ കൂടെ വർക്ക് ചെയ്തൊരു സഹോദരൻ, മുസ്ലിം സഹോദരനാണ്. അദ്ദേഹത്തോട് ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഷർട്ട് ഇച്ചിരി ടൈറ്റ് ആണ് തോന്നുന്നത്, നിങ്ങൾക്ക് അത്ര ചേരുന്നില്ലെന്ന്. അന്ന് രാത്രി അദ്ദേഹം പോയിട്ട് ആ ഷർട്ട് കീറി മുറിച്ചു കളഞ്ഞു. എന്നിട്ട് പകൽ വന്നിട്ട് എന്നോട് പറയാം, ഇന്നലെ പറഞ്ഞില്ല എനിക്ക് ഷർട്ട് കൊള്ളത് നശിപ്പിച്ചത്. ചെറിയൊരു സൈക്കോ പോലെ പുള്ളിക്ക് തോന്നിയതാണ് വൈകിട്ട്, ഇത് കൊള്ളത്തില്ല. അത് എന്ത് ചെയ്യാനുള്ള ലഭിച്ച സ്ഥാനത്തിന്, വിൽക്കപ്പെട്ട സ്ഥാനത്തിന് എന്തു ചെയ്യാനുള്ള റൈറ്റും വാങ്ങിച്ച ആൾക്കുണ്ട്, അല്ലേ? അതുപോലാണ് പാപത്തിന് നാം വിൽക്കപ്പെട്ടവരാണെങ്കിൽ, പാപത്തിന് നാം ദാസനായി വിൽക്കപ്പെട്ടവരാണെങ്കിൽ പാപത്തിൽ നമ്മെ എന്തും ചെയ്യിപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? പാപത്തിന് ദാസനായി വിൽക്കുക. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 47 കട്ടിയുള്ള ഭാഗങ്ങളായി ഭാഗങ്ങള്. സ്വർഗ്ഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ. ഈ ഒരു വ്യാപാരി വിലയേറിയ മുത്ത് കണ്ടപ്പോ എന്ത് ചെയ്തു? തനിക്കുള്ളതൊക്കെ ഒരു മുത്ത് അദ്ദേഹം കണ്ടു. ഒരു വ്യാപാരി തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് അത് വാങ്ങി. അത് സ്വർഗ്ഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെയാണ് പാപം എന്തു വില കൊടുത്തും, വ്യാപാരിയെ പോലെ പാപം എന്തു വില കൊടുത്തും നമ്മെ വാങ്ങാൻ തയ്യാറായി നിൽക്കുക. പാപം നിന്റെ വാതിൽക്കൽ കിടക്കും, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്ന കയ്യിനോട് പറഞ്ഞതുപോലെ പാപം നമ്മെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി കൊതിയോടെ ആയിരിക്കുകയാണ്. നമ്മെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുവാനായിരിക്കുന്ന ഒരു പാപത്തിന്റെ ശക്തിയുണ്ട്. അതാണ് അവിടെ പാപത്തിന് ദാസനായി വിൽക്കപ്പെടുക. ഇത് കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 21-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1 രാജാക്കന്മാർ 21-ന്റെ-25 വേഗം വായിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റ് കളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. കണ്ടോ ആ പറഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചേ. യഹോവയ്ക്ക് അനിഷ്ടമായത് അല്ലെങ്കിൽ കർത്താവിന് വിരോധമായി ചെയ്യുവാൻ തന്നെ വിറ്റ് കളഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ആഹാബിനെ പോലെ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ഇത് നാബോത്തിന്റെ സമൂഹത്തോടുള്ള ബന്ധത്തിലാണ് പ്രവാചകൻ ആഹാബിനോട് സംസാരിക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് വരുന്നത്. നാബോത്തിന് എന്തുണ്ടായിരുന്നു? നാബോത്തിന് എന്താ ഉണ്ടായിരുന്നത്? ശരിയാ ചോദിക്കാൻ. നാബോത്തിന് എന്താ ഉണ്ടായിരുന്നത്? ഏതാ നാബോത്ത്? നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ മുന്തിരിത്തോട്ടം എവിടായിരുന്നു? മുന്തിരിത്തോട്ടം എവിടായിരുന്നു? ആഹാബിന്റെ കൊട്ടാരത്തിന് അടുത്തായിരുന്നു, അല്ലേ? അപ്പൊ ആഹാബിന് എന്തൊരു ആഗ്രഹം തോന്നി? അരമനയുടെ അടുത്തായിരുന്നു. ഈ പുള്ളി നോക്കുമ്പോഴല്ലേ ഈ മുന്തിരിത്തോട്ടം കാണും. അതായത് കുശുമ്പ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുശുമ്പ്. ഈ മനുഷ്യൻ പിതാക്കന്മാരുടെ അവകാശമായ മുന്തിരിത്തോട്ടത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നതും അതിലെ ഫലങ്ങൾ കൊണ്ടുപോകുന്നു, കൊട്ടക്കണക്കിന് ഫലങ്ങൾ കൊണ്ടുപോകുന്നു. ഈ മനുഷ്യൻ അരമനയിൽ നിൽക്കുന്ന രാജാവാണ്. ഒരു കൈ ഒടിച്ചാൽ മുന്തിരി പുള്ളിയുടെ ടേബിളിൽ വരും. പക്ഷെ എന്നാലും പുള്ളി വെളിയിലോട്ട് തോന്നി ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ മുന്തിരിത്തോട്ടം കാണുമ്പോൾ പരാശ്രയിക്കാം, അല്ലേ? ഇങ്ങനെ ഉള്ളവരുണ്ടോ ഇതിനകത്ത്? ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും വല്ലവരുടെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചിലാരിക്കും. ചിലർക്കെല്ലാം ഉണ്ടെങ്കിലും വല്ലാത്ത എന്തെങ്കിലും കാണുമ്പോൾ ചെറിയൊരു പ്രയാസം, അല്ലേ? അതുപോലെയാണ് ഈ മനുഷ്യൻ വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നാബോത്തിന്റെ മുന്തിരിത്തോട്ടമാണ്.
അനുഗ്രഹിക്കപ്പെട്ട ബന്ധുവിത്തോട്ട്. അപ്പൊ ഇവൻ ഈ ഇടയ്ക്ക് വന്നിട്ട് ഈ കൃഷി ചെയ്യുന്നതും ഈ ഫലങ്ങളെല്ലാം ലോറിക്കണക്കിന് അങ്ങനെ മറ്റേ ആടുമാടുകളോ എന്തൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്, അതെല്ലാം കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് കലിപ്പാവും. അപ്പൊ കലിപ്പായിട്ട് പുള്ളി പറഞ്ഞ് നാബോത്തിന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ, എനിക്ക് ഈ മുന്തിരിത്തോട്ടം തരണം. നാബോത്ത് എന്ന് പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ തരത്തില്ല, ഞാനും തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആഹാബിന് വിഷമമായി. രാജാവിനോട് ഒരിക്കലും ആ മനുഷ്യനങ്ങനെ പറയാൻ കഴിയത്തില്ല, രാജാവാണ് ചോദിച്ചത്. പക്ഷേ അല്ലെങ്കിൽ തന്റെ അവകാശത്തെ വിട്ടുകൊടുക്കുവാൻ നാബോത്ത് തയ്യാറാകാതിരുന്നു. അതുപോലാണ് നമ്മുടെ ആത്മീയജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മുടെ അകത്തുമായി ചിന്ത ഉണ്ടാകണം. ദൈവം എനിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകമാണ്, ദൈവം എനിക്കുന്ന ദൈവിക നിറമാണ്, ഇത് വിട്ട് മറ്റൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാകത്തില്ലെന്ന് പുതിയ നിയമസഭയ്ക്കകത്ത് പുതിയ നിയമസഭയിലുള്ളവർക്ക് ഒരു ചിന്ത അകത്തുള്ളതാണ് നാബോത്തിനെ പോലെ അല്ലേ. ഇപ്പൊ നാബോത്തിനെ മുന്നിലോട്ട് ചോദിക്കുന്നു, ആഹാബിന് കൊടുത്തില്ല അല്ലെ. ആഹാബ് വിഷമിച്ച് കളയുക, വിഷമിച്ച് ഫുഡും കഴിക്കുന്നില്ല, അരയും ബഹളവും ഒക്കെ ആയപ്പോ ഇസബേൽ നീ എന്തൊരു മനുഷ്യനാണ്, അവനാണോ നീയാണോ രാജാവ്, നീ രാജാവല്ലേ, ഈ രാജ്യത്ത് കാണുന്നുള്ളതെല്ലാം നിന്റെ. അപ്പൊ അവനെ മുദ്രകൊണ്ട് നില തന്നില്ലെങ്കിൽ നീ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവനെതിരെ ആൾക്കാരെ അവൾ ക്രമീകരിക്കുന്നുണ്ട് അല്ലേ. അവനെതിരെ ആൾക്കാരെ ക്രമീകരിച്ചതിന് ശേഷം അവൻ വിരോധമായ സാക്ഷ്യം പറഞ്ഞ് നാബോത്തിനെ കൊന്നുകളയുന്നുണ്ട്. മുന്തിരിത്തോട്ടം അവകാശമാക്കി തീർക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള താഴോട്ടുള്ള ഭാഗങ്ങൾ നാം കാണുന്നത്, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെ തന്നെ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ മറ്റൊരുവൻ ഉണ്ടായിട്ടില്ല. അതായത് ദൈവത്തിന് നിരക്കാത്തത് എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണെന്ന് പറയുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോയ, പാപത്തിന് വിറ്റുപോയ ഒരു മനുഷ്യനായി അവൻ മാറി. പ്രൈസലോ, വിൽക്കപ്പെടുക എന്നുള്ള പദം വരുന്ന പോലാണ് പദം വന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഈ ദൈവത്തിന് വിരോധമായി എന്ത് ചെയ്യുവാനും തയ്യാറായി നിൽക്കുന്ന കാഠിന്യമുള്ള മനസ്സായി പാപത്തിന് വിൽക്കപ്പെട്ടവരായി പുതിയ നിയമസഭയിലുള്ളവർ മാറരുത്. അല്ലെങ്കിൽ 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വിൽക്കുക എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയും. 2 രാജാക്കന്മാർ 17:17 പെട്ടെന്ന് വായിച്ചു. അഗ്നിപ്രവേശം ചെയ്യിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ച് യഹോവയെ കോപിപ്പിക്കേണ്ടതിന് അവർ അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞു. അടിമയായി ഏൽപ്പിച്ചു എന്ന് പറയാൻ പദത്തെ കുറിച്ചുള്ള അടിമയായി ഏൽപ്പിച്ചു. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാപ സ്വഭാവത്തിന്റെ മുമ്പിലും ഞാൻ റെഡി ആണ് എന്ന് പറയുന്ന വിറ്റ് കളയുന്ന അനുഭവം നമുക്കുണ്ടാകാൻ പാടില്ല. അതാണ് പാപത്തിന് ദാസനായി തീരുക, നമ്മെ തന്നെ വിൽക്കുക, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ വിൽക്കുക. ഏത് പാപത്തിനും ഞാൻ റെഡി എന്ന് പറഞ്ഞ് ദൈവത്തിന് വിരോധമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരാവയവങ്ങളെ വിറ്റ് കളയുന്ന അനുഭവത്തിനെയാണ് പാപത്തിന് ദാസനായി തീരുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 7-ാം അധ്യായത്തിന് 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇവിടെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. നോക്കണേ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ആ പദത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? എന്നെ കൺട്രോൾ ചെയ്യുന്നത് എനിക്ക്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല അല്ലെ. ഇപ്പൊ ഞാനിപ്പം ആബ്സെന്റ് മൈൻഡഡ് ആകുക, അല്ലെങ്കിൽ മെന്റലി പ്രോബ്ലം ഉള്ളവനായിട്ട് മാറുക. അപ്പൊ ഞാൻ ഈ ചെയർ എടുക്കുന്നത് ഇതെടുക്കുന്നത് നിങ്ങൾ ഒരു മാസം എന്താ പറ്റി? അപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ലെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യുന്നത് മറ്റെന്തോ ആണ്. ഒന്നിനൊരു പൈശാചിക ശക്തി അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ്, അതായിരിക്കും എന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്റെ അകത്താഗ്രഹം കൊണ്ട് ചെയ്യരുത്, പക്ഷെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. മനസ്സിലായി? അതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാം, അതിന്റെ പേരാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. വിശ്വാസത്തിലേക്ക് വന്ന നല്ല മദ്യപിക്കുന്ന ഒരാളോട് ഒറ്റ പ്രസവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം നമ്മുടെ തന്നെ മദ്യപാനം നിർത്തിയവരുണ്ട്, അങ്ങനെ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരാൾ മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് പറ്റാത്തൊരു കാര്യം, അതിന്റെ കൈകാലമൊക്കെ വർദ്ധിക്കും. അഡിക്ഷനാണ്. അപ്പോൾ അവന് ആഗ്രഹം കൊണ്ട് ചെയ്യരുത്, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ചെയ്യരുത് ആഗ്രഹം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പക്ഷെങ്കിൽ ആ ആഗ്രഹത്തെ മാറ്റുന്ന രീതിയിൽ അവന്റെ അകത്തെ ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുന്ന ഒരു ചിന്ത വരികയാണ്. അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പെട്ടെന്ന് നിർത്താൻ പറ്റുന്നില്ല, മദ്യപിക്കുന്ന ഒരാൾ പെട്ടെന്ന് നിർത്താൻ പറ്റുന്നില്ല, മറ്റു പാപ സ്വഭാവങ്ങളിൽ ഇടപെടുന്ന ഒരാൾ നിർത്താൻ പറ്റുന്നില്ല. നിർത്താൻ പറ്റാത്ത അഡിക്ഷനിലേക്ക് പാപം നമ്മെ കൊണ്ടെത്തിക്കും.
മനസ്സിലാകുന്നുണ്ടോ? അതാണ് നാം ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹമില്ല അതൊന്നും ചെയ്യാൻ. ഹല്ലേലൂയ. ഞാൻ ഈ സിഗരറ്റ് വലി വെള്ളമടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരും ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. ഇന്നുവരുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? നമുക്ക് അഡിക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അഡിക്ഷൻ ആയിട്ടുള്ളത് ഉണ്ട്. മൊബൈൽ ഉണ്ട്, മൊബൈൽ അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടി വി അഡിക്ഷൻ ഉണ്ട്, പത്ര അഡിക്ഷൻ ഉള്ളവരുണ്ട്. അഡിക്ഷനാണ്. അല്ലാതെ നമുക്ക് ചെയ്യാൻ ഇപ്പൊ പറ്റത്തില്ലെന്ന് തീരുമാനിക്കാത്തവണ്ണം എന്തോ നമ്മെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒന്നിൽ നമ്മളായിത്തീരുന്നതിൽ അതിന്റെ പേരാണ് അഡിക്ഷൻ. ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ ചെയ്തേ പറ്റും. അതാണ് ഇച്ഛിക്കാത്തതിനെ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്ന ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകെ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. എനിക്ക് ആഗ്രഹമില്ല. എന്റെ അകത്തുള്ള സെൽഫ് കൺട്രോളിനെ, ഇന്ദ്രിജയത്തെ മങ്ങിപ്പിക്കുകയാണ് വിശാലം. എന്റെ അകത്തുള്ള ഇന്ദ്രിജയം ഒരു കാര്യം ചെയ്യരുത് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്റെ സെൽഫ് കൺട്രോൾ ഉണ്ട്, ഇന്ദ്രിജയമുണ്ട്. ആ ഇന്ദ്രിജയത്തിന്റെ ലെവലിനെ മങ്ങിപ്പിച്ചു കഴിയുമ്പോൾ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. അതാണ് ഇന്ദ്രിജയത്തെ മങ്ങിപ്പിക്കുക, ആ അഡിക്ഷൻ ഉണ്ടാക്കുക. അങ്ങനെ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. ആക്ച്വൽ ഞാനല്ല അതിനെ പ്രവർത്തിക്കുക. എന്റെ അകത്തെ മനുഷ്യനുണ്ട്. ഇതൊന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ. അകത്തെ മനുഷ്യന്റെ ആഗ്രഹം എപ്പോഴും അറിയാം. നമ്മൾ അകത്തെ മനുഷ്യനെ കുറിച്ച് നമ്മളിപ്പോഴും ചിന്തിച്ചു വരും, സമയമില്ല. അകത്തെ മനുഷ്യന്റെ ആഗ്രഹം എപ്പോഴും ബൈബിൾ വായിക്കണമെന്ന്, അകത്തെ മനുഷ്യന്റെ ആഗ്രഹം എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്, അകത്തെ മനുഷ്യന്റെ ആഗ്രഹം എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന്, അകത്തെ മനുഷ്യന്റെ ആഗ്രഹം എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്ന്, പുറത്തെ മനുഷ്യന്റെ ആഗ്രഹം നല്ല ഡ്രസ്സ് ധരിക്കണമെന്ന്, പുതിയ ചുരിദാർ പറയണമെന്ന്, പുതിയ വഴി വരുത്തണമെന്ന്, പുത്തൻ മൊബൈൽ മേടിക്കണമെന്ന്, പുതിയ ഷൂസ് മേടിക്കണമെന്ന്, പുതിയ വണ്ടി മേടിക്കണമെന്ന് പുറത്തെ മനുഷ്യൻ അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്ഷണം കഴിക്കണമെന്ന്, അല്ലേ? വെളിയിൽ പോയി കഴിക്കണമെന്ന്, അല്ലേ? അതാണ് പുറത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. നമ്മുടെ ആത്മിക മനുഷ്യനും ഭൗതിക മനുഷ്യനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. ദിവസം തോറും നമ്മുടെ മരണം വരെ സംഭവിക്കുന്നത്. അകത്തെ മനുഷ്യന്റെ ആഗ്രഹം പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യന് പ്രവർത്തിക്കണമെന്ന് താല്പര്യമില്ല. പക്ഷേ എന്നിൽ വസിക്കുന്ന പാപം, അത് ഞാനല്ല അത് പ്രവർത്തിക്കുന്നത്, എന്നിൽ വസിക്കുന്ന പാപമാണ്. അതിനൊരു ഉദാഹരണം പറയാം. ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നു, സമയമില്ല പുറത്തു പോവുക. ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നു ഇവിടെ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഒരു അപരിചിതനായ മനുഷ്യൻ വന്ന് പ്രസംഗിച്ചു, അല്ലേ? അപ്പൊ ഞാൻ അദ്ദേഹത്തെ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് താമസിച്ചു. ഒരു പരിചയമില്ലാത്ത പാസ്റ്റർ. അദ്ദേഹത്തെ ഞാൻ വീട്ടിൽ കൊണ്ട് താമസിച്ചു. ഒരു ദിവസത്തേക്കാണ് താമസം. നാളെ രാവിലെ ബസ് കയറി പോകണം പാസ്റ്റർ, അല്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവിടാം, അല്ലെങ്കിൽ ശാന്ത കൊണ്ടുവിടാന്ന് പറഞ്ഞ് ഓക്കെ എഗ്രി ചെയ്തു. അങ്ങനെ അപരിചിതനായ ഒരു മനുഷ്യൻ വന്ന് ഒരു പാസ്റ്റർ വന്ന് താമസിക്കുക. ആദ്യമായിട്ട് കണ്ട പ്രസംഗമൊക്കെ ഉള്ള വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാസ്റ്റർ പറയാം, ഞാനിപ്പോൾ പോകുന്നില്ല, ഒരാഴ്ച കഴിയുന്നു. ഈ മനുഷ്യൻ എന്ത് ചെയ്താൽ വീട്ടിൽ നിന്ന് പോകുന്നില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, അവർക്ക് ഡ്യൂട്ടിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, ഞങ്ങൾക്ക് പലവിധമായിട്ട് കാര്യങ്ങളുണ്ട്, ഞായറാഴ്ച രാവിലെ പോകാമെന്ന് പറഞ്ഞ ആള് പോകുന്നില്ല. 2 ആഴ്ച കൊണ്ട് താമസിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് 2 ദിവസം താമസിക്കുകയാണെങ്കിൽ അല്ലേ കലിച്ചു വരും, അല്ലേ? അപ്പൊ അപരിചിതനായ ഒരു മനുഷ്യനെ വീട്ടിൽ കയറ്റി പാർപ്പിക്കുന്നത് പോലെയാണ് അകത്തെ മനുഷ്യൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യൻ പാപസംബന്ധമായ ഒരു വിഷയത്തെ അകത്ത് പാർപ്പിച്ചാൽ സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അകം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ അപരിചിതനായ ഒരു പാപം അകത്തു വന്ന് താമസിച്ചാൽ, അപരിചിതനായ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു പാപം അകത്ത് താമസിച്ചാൽ നമുക്കെങ്കിലും ഇറിറ്റേഷൻ ആകുമോ? അതുപോലെയാണ് നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ മനുഷ്യൻ ഇറിറ്റേറ്റ് ആകുന്നത്. വിശ്വസിക്കാമോ? അവന് ചേരാത്ത, അവനുമായി താല്പര്യപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു അപരിചിതൻ വന്ന് എന്റെ അകത്ത് താമസിക്കുന്നു, ഒരു പാപം എന്റെ അകത്ത് താമസിക്കുന്നു. എന്റെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ പ്രിയമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവനെ പുറത്താക്കുന്നതാണ് പാപത്തെ ചിന്തിച്ചു പോകണമെന്നുണ്ട്. 7:18 പറയുന്നു, എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ അകത്തെ മനുഷ്യൻ നന്മ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും വേറൊരു അപരിചിതൻ കൂടെ എന്റെ കൂടെ താമസിക്കുന്നുണ്ട്. ആ മനുഷ്യൻ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് താമസിക്കുന്നത് വെച്ച് പരിചയമില്ലാത്ത ഒരാൾ ഒരു തോക്കും പിടിച്ച് ഒന്നും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കാത്തത് പോലെ ഒരു മനുഷ്യനും കൂടെ നമ്മുടെ പരിശുദ്ധാത്മ മനുഷ്യന്റെ കൂടെ ഒരു പാപ മനുഷ്യനോട് അകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടൊന്നും
ചെയ്യിപ്പിക്കാതെ അവൻ ഇങ്ങനെ നോക്കി പിടിച്ച് നിൽക്കുന്നത് പോലെയുള്ള അനുഭവമാകും പാപമകത്തു വസിച്ചാൽ. അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്, എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എന്നെ കൊണ്ട് ആ പാപം നിങ്ങൾ ചിന്തിക്കുമ്പോൾ വസിക്കുന്ന പാപം, അപരിചിതനായ ഒരു മനുഷ്യൻ നമ്മൾ ചിന്തിച്ചു, ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ അപരിചിതമായ പാപം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എൻ്റെ അകത്തെ മനുഷ്യനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അകത്തെ മനുഷ്യൻ എന്നുള്ള പദം ഒന്ന് ചിന്തിക്കണം. ഒന്ന് സമയം പോയതുകൊണ്ട് കണ്ണുകളെ ദിവസത്തിന് അടയ്ക്കാം. കേട്ട ഒന്ന് സമർപ്പിച്ചാട്ടെ. നമ്മുടെ ഉള്ളിൽ ഒരു രഹസ്യ മനുഷ്യനുണ്ട്. ആർക്കും പിടികൊടുക്കാത്ത ഒരു രഹസ്യ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. എല്ലാവരുടെ അകത്തുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവിന് പിടി കിട്ടാത്ത, ഭാര്യയ്ക്ക് പിടി കിട്ടാത്ത, പാസ്റ്ററിന് പിടി കിട്ടാത്ത, സഭയ്ക്ക് പിടി കിട്ടാത്ത ഒരു രഹസ്യ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. അത് പാപ മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിക്കപ്പെടുമെങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത് വസിക്കുന്ന അകത്തെ ആത്മീയ മനുഷ്യൻ മുന്നേറുകയുള്ളൂ. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ, ഈ രണ്ട് സാഹചര്യങ്ങൾ തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബൈബിൾ വായിക്കണം അകത്ത് ആത്മീയ മനുഷ്യൻ പറയുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ പറയും, അകത്ത് വസിക്കുന്ന ഭാഗം പറയും, ഇപ്പൊ ബൈബിൾ വായിക്കണ്ട, ആദ്യം പോയി പല്ലിലേക്ക് നല്ലൊരു ചായ കുടിക്ക്, ഡ്യൂട്ടിക്ക് ടൈം ആയില്ലേ, ഒരുങ്ങ നോക്ക്. അകത്ത് മനുഷ്യൻ, അകത്ത് വസിക്കുന്ന പാവം സംസാരിച്ചു തുടങ്ങും. അല്പസമയമുണ്ടല്ലോ, 2 മണിക്കൂർ ഫ്രീ ആയിട്ട് കിട്ടി, നല്ല സമയമാണ്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു നമ്മുടെ ചെവിയിൽ പറയും, എന്തിനാ ഈ 2 മണിക്കൂർ വെറുതെ കളയുന്നേ, ടി വി കാണല്ലോ അല്ലെങ്കിൽ മൊബൈൽ കാണല്ലോ. അകത്തെ മനുഷ്യനും പുറമേയുള്ള മനുഷ്യനും വസിക്കാൻ അനുവദിക്കുന്ന പാപവും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇത് നമ്മുടെ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തിൽ കൽപ്പിച്ച് ഈ ദൂതിന് മുമ്പിൽ പാപം എന്നിൽ വസിക്കുവാൻ സമ്മതിക്കാതെ പാപത്തിന് ഞാൻ ആഹാരത്തെ പോലെ വിറ്റുകൊടുക്കാതെ മുമ്പിലില്ലല്ലോ. കുറെ കൂടെ കാര്യങ്ങൾ ചിന്തിക്കണമെന്നുണ്ടായിരുന്നു, കുറച്ച് സ്പീഡിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു.